ഹായ് വ്യൂവേഴ്സ്, ഐ ആം ജനജി. നമ്മൾ ഇതിനു മുമ്പ് 24 പദങ്ങളിൽ 3 പദങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈസ്, ആം, ആർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് HAVE, ഹാവ് എന്ന പദമാണ്. അതായത് ഉണ്ട് എന്നർത്ഥത്തിൽ HAVE, ഹാവ് എന്ന പദം. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ആദ്യത്തെ ചോദ്യം ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നായിരുന്നു. അത് താങ്കളെക്കുറിച്ച് പറയൂ എന്നാണ്. അതിനാണ് നമ്മൾ ആം എന്ന പദം ഉപയോഗിച്ചത്. ഇന്ന് ഇൻ്റർവ്യൂവിൽ രണ്ടാമത്തെ ചോദ്യം ടെൽ മീ അബൌട്ട് യുവർ ഫാമിലി എന്നാണ്. അതായത് നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പറയൂ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നാണ് അടുത്ത ചോദ്യം വരിക. അവിടെയാണ് നമുക്ക് HAVE, ഹാവ് എന്ന പദം വേണ്ടി വരുന്നത്. സോ ഐ ഹാവ്. അപ്പം നമുക്ക് വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് പറയാൻ ഐ ഹാവ്. ഫോർ എക്സാമ്പിൾ, I have father and mother. I have one brother. I have one sister. ഇങ്ങനെ നമ്മൾ പറയാം. എനിക്ക് അച്ഛനും അമ്മയുമുണ്ട്, ഒരു സഹോദരനുണ്ട്, ഒരു സഹോദരിയുണ്ട്. അപ്പം നമ്മുടെ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. I have father and mother. I have one brother. I have one sister. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെക്കുറിച്ച് പറയാം. അത് നമ്മുടെ സ്വന്തമാണ്. അത് പറയാനും ഈ ഹാവ് തന്നെയാണ് ഉപയോഗിക്കുക. ഐ ഹാവ് വൺ ഹെഡ്. ഐ ഹാവ് വൺ നോസ്. ഐ ഹാവ് വൺ മൗത്ത്. ഇനി നമുക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ വസ്തുക്കളുണ്ടെന്ന് പറയാനും ഐ ഹാവ് ആണ് ഉപയോഗിക്കുക. പൊസഷൻ എന്ന് പറയും. POSSESSION, പൊസഷൻ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറയാൻ നോക്ക്. ഐ ഹാവ് എ ഹൗസ്. I have a mobile. I have a bike. നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് വീടുണ്ട്, മൊബൈലുണ്ട്, ബൈക്കുണ്ട് എന്നൊക്കെയാണ് ഈ സെൻറ്റൻസുകളുടെ അർത്ഥം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് എന്തൊക്കെയുണ്ട് എന്ന് പറയാൻ ഐ ഹാവ് ഉപയോഗിക്കാം. ഐ ഹാവ് നമ്മൾ പഠിച്ചെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 4 തരം വാക്യങ്ങൾ എല്ലാ ഭാഷയിലുമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും, പോസിറ്റീവ് ക്വസ്റ്റ്യനും നെഗറ്റീവ് ക്വസ്റ്റ്യനും. അപ്പം ഹാവിൻ്റെ കാര്യത്തിൽ ഇതുപോലെ വേണം. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഉള്ള സ്വന്തമായിട്ടുള്ള, അത് ബന്ധുക്കളാവാം, വസ്തുക്കളാവാം, എന്താണോ അങ്ങനെ ഒരു 5 സെൻറ്റൻസ് അവിടെ എഴുതി വയ്ക്കുക. അപ്പം നിങ്ങളത് ഐ ഹാവ് വെച്ച് ആ സെൻറ്റൻസുകൾ, ആ വാക്യങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഫോം എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഐ ഹാവിൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഐ ഡോണ്ട് ഹാവ് എന്നാണ്. ഐ ഡോണ്ട് ഹാവ്, ഡു നോട്ട് ആണ് ചുരുങ്ങിയിട്ട് ഡോണ്ട് എന്നായത്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ്. വേറെ പ്രയോഗങ്ങളുണ്ട്. ഐ ഹാവ് ഇൻറ്റ്, ഐ ഹാവ് ഇൻ ഗോട്ട്, ഐ ഹാവ് നോ, ഐ ഡോണ്ട് ഹാവ്. ഇങ്ങനെ 4 രീതിയിൽ ഹാവിന് നെഗറ്റീവ് ഫോം ഉണ്ടാക്കാം. പക്ഷെ ഇപ്പം നമുക്ക് ഐ ഡോണ്ട് ഹാവ് പഠിക്കുക. ഏറ്റവും എളുപ്പം അതാണ്. ബാക്കിയുള്ളതൊക്കെ പഠിക്കുന്നത് എളുപ്പമാണ്. ഐ ഡോണ്ട് ഹാവ്, എനിക്കില്ല. അപ്പോൾ എനിക്ക് സഹോദരന്മാരില്ലെങ്കിൽ എനിക്ക് പറയാം ഐ ഡോണ്ട് ഹാവ് ബ്രദേഴ്സ്. സഹോദരിമാരില്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് സിസ്റ്റേഴ്സ്. ഇനി എനിക്ക് വീടില്ലെങ്കിൽ ഞാൻ പറയുന്നത് ഐ ഡോണ്ട് ഹാവ് എ ഹൗസ്. ജോലിയില്ലെങ്കിൽ ഞാൻ പറയും ഐ ഡോണ്ട് ഹാവ് എ ജോബ്. ഇങ്ങനെയാണ് നമ്മൾ ഐ ഡോണ്ട് ഹാവ് വെച്ച് പറയുന്നത്. അപ്പോൾ അതും ക്ലിയറായി. അപ്പം നിങ്ങൾ നേരത്തെ നിങ്ങൾക്കുള്ള 5 കാര്യങ്ങൾ എഴുതി. അതുപോലെ ഒരു 5 കാര്യം നിങ്ങൾക്കില്ലാത്തതും എഴുതി വയ്ക്കുക. ഐ ഡോണ്ട് ഹാവ് വെച്ചിട്ട്. അപ്പം അതും പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഒരാളോട് ചോദിക്കും, നിങ്ങൾക്ക് വീടുണ്ടോ, സഹോദരന്മാരുണ്ടോ, സഹോദരിമാരുണ്ടോ എന്നൊക്കെ. അതിന് ഇംഗ്ലീഷിലെ സിമ്പിൾ ഫോമാണ് ഡു യു ഹാവ്. ഹാവ് യു എന്ന് ചോദിക്കാം, ഹാവ് യു ഗോട്ട് എന്ന് ചോദിക്കാം. പക്ഷെ ഇപ്പം നമ്മൾ ഒറ്റ പഠിക്കുന്നത് ഡു യു ഹാവ്. അത് മാത്രം പഠിച്ചു വയ്ക്കാം. ഡു യു ഹാവ്. അപ്പം നിങ്ങൾക്ക് സഹോദരന്മാരുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു യു ഹാവ് ബ്രദേഴ്സ്? സഹോദരിമാരുണ്ടോ? ഡു യു ഹാവ് സിസ്റ്റേഴ്സ്? നിങ്ങൾക്ക് ജോലിയുണ്ടോ? ഡു യു ഹാവ് എ ജോബ്? നിങ്ങൾക്ക് വീടുണ്ടോ? ഡു യു ഹാവ് എ ഹൗസ്? നിനക്ക് ബൈക്കുണ്ടോ? ഡു യു ഹാവ് എ ബൈക്ക്? അപ്പം ചോദ്യം ചോദിക്കാനും പഠിച്ചു. ഡു യു ഹാവ്. അപ്പം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ക്വസ്റ്റ്യനും വേണം. അതെന്താണ്? ഡോണ്ട് യു ഹാവ്. ഡു നോട്ടിൻ്റെ ഷോർട്ട് ഡോണ്ട്. ഡോണ്ട് യു ഹാവ്. അപ്പം നിനക്ക് സഹോദരിമാരില്ലേ?
ഡോണ്ട് യു ഹാവ് സിസ്റ്റേഴ്സ്? സഹോദരന്മാരില്ലേ? ഡോണ്ട് യു ഹാവ് ബ്രദേഴ്സ്? നിനക്ക് വീടില്ലേ? ഡോണ്ട് യു ഹാവ് എ ഹൗസ്? നിനക്ക് ജോലിയില്ലേ? ഡോണ്ട് യു ഹാവ് എ ജോബ്? ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇപ്പം നമ്മളിന്ന് 4 തരത്തിലുള്ള വാക്യങ്ങൾ ഉണ്ടാക്കാൻ ഐ ഹാവ് വെച്ചിട്ട്. അപ്പം എപ്പോഴും ഓർമ്മയിൽ വേണം, ഹാവ് ഷോസ് യുവർ പൊസഷൻ. നമുക്ക് സ്വന്തമായിട്ട് എന്തൊക്കെ ഉണ്ട് എന്ന് പറയാനാണ് HAV ഹാവ് ഉപയോഗിക്കുന്നത്. സ്വന്തമായിട്ട് പൊസഷനാണ്. അപ്പം ആദ്യം നമ്മൾ പഠിച്ചു ഐ ഹാവ് ആൻഡ് നെഗറ്റീവ് ഫോം ഐ ഡോണ്ട് ഹാവ്. ചോദ്യം ചോദിക്കുമ്പം ഡു യു ഹാവ് ആൻഡ് ഡോണ്ട് യു ഹാവ്. അപ്പം 4 തരം വാക്യങ്ങളുമായി പഠിച്ചു കഴിയും. ഇനി ഇതോടനുബന്ധിച്ച് നമുക്ക് എപ്പോഴും നമ്മുടെ ഇതിനോട് അനുബന്ധമായിട്ട് പഠിക്കേണ്ടതാണ് നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ബന്ധുക്കൾ ആരൊക്കെയാണെന്ന്. അപ്പോൾ എങ്ങനെയാണ് ബന്ധുക്കളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക? അപ്പോൾ ആ ബന്ധുക്കളുടെ ഇംഗ്ലീഷ് പേരുകൾ അറിയണം. അപ്പോൾ എല്ലാം പലതും കോമൺ ആണ്, എങ്കിലും ഒന്നുകൂടി ആവർത്തിച്ച് പറയാം. ഫാദർ, FATHER, ഫാദർ മീൻസ് അച്ഛൻ. MOTHER, മദർ, അമ്മ. ഫാദർ, മദർ, പിതാവ്, മാതാവ്. ബ്രദർ, BROTHER, ബ്രദർ. ബ്രദർ മീൻസ് സഹോദരൻ. സിസ്റ്റർ, SISTER, സിസ്റ്റർ, സഹോദരി. ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ. ഇനി വൈഫ്, ഹസ്ബൻഡ്. HUSBAND, ഹസ്ബൻഡ് മീൻസ് ഭർത്താവ്. WIFE, വൈഫ്, ഭാര്യ. അത് അപ്പം മക്കളുണ്ടാവും. SON, സൺ, മകൻ. DAUGHTER, ഡോറ്റർ, മകൾ. ഡോറ്ററാണ്, ഡോക്ടർ അല്ല. അത് നമുക്കറിയാം. ഡോക്ടർ എന്ന് പറഞ്ഞാൽ ബിഷപ്പ്, അതായത് നമ്മളെ ചികിത്സിക്കുന്ന ആളാണ്. ഇവിടെ അതല്ല. ഡോക്ടർ, DAUGHTER, ഡോക്ടർ, അതായത് മകൾ. ഇനി നമ്മുടെ ബന്ധത്തിൽ അങ്കിൾ, ആൻറ്റി. അങ്കിൾ മീൻസ് UNCLE, അങ്കിൾ, അമ്മാവൻ. ആൻറ്റി എന്ന് പറയുമ്പോൾ അമ്മായി. അപ്പം അതും പഠിച്ചു. ഇനി ഇതിൽ തന്നെ വരുന്ന നെവ്യൂ ആൻഡ് നീസ് എന്നുള്ള 2 പദമുണ്ട്. NEPHEW, നെവ്യൂ എന്നാണ് പറയുക. നെവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുമകൻ, അതായത് നമ്മുടെ സാധാരണ രീതിയിൽ പെങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ ആങ്ങളയുടെ മക്കളെയൊക്കെയാണ് നമ്മൾ, ആൺമക്കളെയാണ് നെവ്യൂ, മരുമകൻ എന്ന് വിളിക്കുക. അതിൻ്റെ ഫീമെയിൽ ആണ് നീസ്, മരുമകൾ എന്നുള്ളത്. പിന്നെ നമുക്ക് എപ്പോഴും വരുന്ന ഒരു ഇതാണ് ഗ്രാൻഡ് പാ, ഗ്രാൻഡ് മ. ഗ്രാൻഡ് പാ എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശൻ. ഗ്രാൻഡ് മദർ, മുത്തശ്ശി. അതിൻ്റെ ഷോർട്ടായിട്ടാണ് പറയാം ഗ്രാൻഡ് പാ, ഗ്രാൻഡ് മ, മുത്തശ്ശൻ, മുത്തശ്ശി. ഇനി പേരക്കുട്ടികളുണ്ടാവും. മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടെങ്കിൽ അവിടെ പേരക്കുട്ടികളും ഉണ്ടാവും. അപ്പോൾ പേരക്കുട്ടികൾക്ക് പറയുന്നതാണ് ഗ്രാൻഡ് ചിൽഡ്രൻ. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നാണ്. ചൈൽഡ് കുട്ടി, ചിൽഡ്രൻ കുട്ടികൾ, ഗ്രാൻഡ് ചിൽഡ്രൻ. പക്ഷേ അത് ആൺകുട്ടിയാണെങ്കിൽ ഗ്രാൻഡ് സൺ എന്നും പെൺകുട്ടിയാണെങ്കിൽ ഗ്രാൻഡ് ഡോട്ടർ എന്നുമാണ് പറയുക പേരക്കുട്ടികൾക്ക്. അതുപോലെ നേരത്തെ നമ്മൾ ബ്രദർ ആൻഡ് സിസ്റ്റർ 2 പദം പഠിച്ചു, സഹോദരൻ, സഹോദരി. പക്ഷെ നമ്മൾ ചില സമയത്ത് ജ്യേഷ്ഠൻ, ജ്യേഷ്ഠത്തി, അനിയൻ, അനിയത്തി എന്ന് പറയും. അപ്പം ജ്യേഷ്ഠൻ എന്ന അല്ലെങ്കിൽ ജ്യേഷ്ഠത്തി എന്ന് എൽഡർ കൂട്ടിച്ചേർത്താൽ മതി. ELDER. എൽഡർ ബ്രദർ മീൻസ് ജ്യേഷ്ഠൻ. എൽഡർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠത്തി, അതായത് ചേച്ചി. ഇനി യങ്ങർ, യങ്ങർ എന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞതാണ്, യങ്ങർ. യങ്ങർ ബ്രദർ മീൻസ് അനിയൻ. യങ്ങർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അനിയത്തി. അപ്പോൾ ഈ 4 പദങ്ങൾ കൂടി അവിടെ ചേർന്ന് പഠിക്കണം. അതായത് എൽഡർ ബ്രദർ, എൽഡർ സിസ്റ്റർ, യങ്ങർ ബ്രദർ, യങ്ങർ സിസ്റ്റർ. അപ്പോൾ അതായി. ഇനി COUSIN, കസിൻ എന്നൊരു വാക്ക്. കസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വകയിലുള്ള, അതായത് നേരിട്ടുള്ളതല്ല, അച്ഛൻ്റെ അമ്മയുടെ അല്ല, അതല്ലാതെ നമ്മുടെ ബന്ധത്തിൽ വരുന്ന ഒരു സഹോദരൻ അല്ലെങ്കിൽ സഹോദരി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. നമ്മളതിന് മലയാളികൾ ഉപയോഗിക്കുന്ന എൻ്റെ വകയിലൊരു സഹോദരൻ, വകയിലൊരു സഹോദരി എന്നൊക്കെയാണ്. അതിനാണ് COUSIN, കസിൻ എന്നൊരു വാക്ക് ഇംഗ്ലീഷിലുള്ളത്. പക്ഷേ നമ്മളിവിടെ പലപ്പോഴും ഈ കസിൻ്റെ കൂടെ കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യനിസമാണ്. ശരിക്കും ഇംഗ്ലീഷുകാർ വെറും കസിൻ, ഷീ ഈസ് മൈ കസിൻ, ഹീ ഈസ് മൈ കസിൻ എന്നേ പറയുള്ളൂ. പക്ഷെ നമ്മളിത് എന്തോന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ, അത് ഇന്ത്യനിസമാണ്. ഇംഗ്ലീഷുകാർ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പം കസിൻ മതി, ഷീ ഈസ് മൈ കസിൻ ആൻഡ് ഹീ ഈസ് മൈ കസിൻ. അപ്പം നമുക്ക് ഇത്രയും ഇതായി. ഇനിയും നമുക്ക് വിവാഹബന്ധത്തിലൂടെ വരുന്ന ബന്ധങ്ങളുണ്ട്. അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നത്. അവിടെയാണ് അമ്മായിയപ്പൻ, അമ്മായിയമ്മ,
മരുമകൻ, മരുമകൾ, അളിയൻ, നാത്തൂനൊക്കെ വരുന്നത്. അതിനൊക്കെ മൊത്തത്തിൽ പറയുന്നതാണ് ഇൻ ലോസ്. INLAWS. ലോ എന്ന് പറഞ്ഞാൽ നിയമമാണ്. അപ്പം നിയമപ്രകാരം ബന്ധുക്കളായവരാണ്. അപ്പം അതിനെ മൊത്തം ഇൻ ലോസ് എന്ന് പറയുമ്പം ഇപ്പം ഫാദർ ഇൻ ലോ അമ്മായിയപ്പൻ, മദർ ഇൻ ലോ അമ്മായിയമ്മ, സൺ ഇൻ ലോ മരുമകൻ. അപ്പം നേരത്തെ നമ്മൾ മരുമകൻ പഠിച്ചിട്ടുണ്ട്, അത് പെങ്ങളുടെ ആങ്ങളിയൊക്കെ മക്കളാണ്. ഇതല്ല, വിവാഹ ബന്ധത്തിലൂടെ വന്നതാണ്. അപ്പം സൺ ഇൻ ലോ മരുമകൻ, അതായത് മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ദെൻ ഡോട്ടർ ഇൻ ലോ, മകൻ വിവാഹം കഴിച്ച പെൺകുട്ടിക്കാണ് ഡോട്ടർ ഇൻ ലോ മരുമകൾ എന്ന് പറയുന്നത്. ഇനി അവിടെ തന്നെ ബ്രദർ ഇൻ ലോ മീൻസ് അളിയൻ, ആൻഡ് സിസ്റ്റർ ഇൻ ലോ നാത്തൂൻ. ഇതൊക്കെയാണ് സാധാരണ വിവാഹ ബന്ധത്തിലൂടെ. അപ്പോൾ അത് കൂടുതലൊന്നുമില്ല. ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, സൺ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ. ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇനി നമുക്ക് വരാവുന്ന ഒരിതാണ് ഫ്രണ്ട്. ഫ്രണ്ട് മീൻസ് സുഹൃത്താണ്. പക്ഷേ നമ്മൾ പലപ്പോഴും ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് ഈ രണ്ട് പദങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. പലരും പറയും ബോയ് ഫ്രണ്ട്, അപ്പം പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൺസുഹൃത്ത്, പെൺസുഹൃത്ത് എന്ന അർത്ഥത്തിലാണ് ഈ പദങ്ങൾ എന്നാണ്. അല്ല, അവിടെ ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാമുകൻ, കാമുകി എന്നാണ്. ബോയ് ഫ്രണ്ട് കാമുകനാണ്, ഗേൾ ഫ്രണ്ട് കാമുകിയാണ്. അപ്പോൾ പലരും പരിചയപ്പെടുത്തുമ്പോൾ പറയും ഷീ ഈസ് മൈ ഗേൾ ഫ്രണ്ട്. അയാൾ ഉദ്ദേശിച്ചത് എൻ്റെ പെൺസുഹൃത്താണെന്നാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം വരുന്നത് ഷീ ഈസ് മൈ ലവർ, അവൾ എൻ്റെ കാമുകിയാണെന്നാണ്. ഹീ ഈസ് മൈ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവൻ എൻ്റെ കാമുകനാണെന്നാണ്, അല്ലാതെ ആൺസുഹൃത്ത് എന്ന അർത്ഥമില്ല. അപ്പോൾ ആ പദങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ പറഞ്ഞാൽ മതി ഷീ ഈസ് മൈ ഫ്രണ്ട് ആൻഡ് ഹീ ഈസ് മൈ ഫ്രണ്ട്, ഇത്രേ പറയേണ്ടതുള്ളൂ. ഇതെൻ്റെ സുഹൃത്താണ്, ആൺസുഹൃത്ത്, അതിന് ഫ്രണ്ട് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ മെയിൽ ഫ്രണ്ടും ഫീമെയിൽ ഫ്രണ്ടും ഉപയോഗിക്കാം. ഇപ്പം നമുക്ക് മെയിൽ ഡോക്ടറും ഫീമെയിൽ ഡോക്ടറും ഉണ്ട്. പുരുഷ ഡോക്ടർമാരാണെങ്കിൽ മെയിൽ ഡോക്ടർ എന്നും, സ്ത്രീ ഡോക്ടർമാരാണെങ്കിൽ നമ്മൾ ഫീമെയിൽ ഡോക്ടേഴ്സ് എന്ന് വിളിക്കും. അതുപോലെ തന്നെയാണ് മെയിൽ സിംഗറും ഫീമെയിൽ സിംഗറും. അങ്ങനെ നമുക്ക് പറയാം മെയിൽ ഫ്രണ്ട് ആൻഡ് ഫീമെയിൽ ഫ്രണ്ട്. പക്ഷേ ഇംഗ്ലീഷുകാർ സാറിന് അങ്ങനെ ആ പദം പ്രത്യേകിച്ച് എടുത്ത് പറയില്ല. ഷീ ഈസ് മൈ ഫ്രണ്ട്, ഹീ ഈസ് മൈ ഫ്രണ്ട് എന്നേ പറയുള്ളൂ. അതേസമയം കാമുകൻ, കാമുകി എന്ന അർത്ഥത്തിലാണ് ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട് ഉപയോഗിക്കുന്നത്. തെറ്റിച്ച് ഉപയോഗിക്കരുത്. അപ്പം നമുക്കിന്ന് കുറേ പദങ്ങൾ നമ്മൾ പഠിച്ചു, ബന്ധുക്കളെ എന്തൊക്കെയാണ്. അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്നൊക്കെയായി നമുക്ക്. ഇനി ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ തരുന്നുണ്ട്. അത് സ്വയം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അതിലേതൊക്കെയാണെന്ന് നോക്കാം. എനിക്ക് ഒരു കടയുണ്ട്. എനിക്ക് ഒരു കട ഉണ്ട്. കടയ്ക്ക് നിങ്ങൾക്കറിയാം SHOP, ഷോപ്പ്, എ ഷോപ്പ്. അതുപോലെ എനിക്ക് 2 ചേച്ചിമാരുണ്ട്. എനിക്ക് 2 ചേച്ചിമാരുണ്ട്. അപ്പം ചേച്ചിമാർക്ക് നിങ്ങൾക്ക് പദം അറിയാം, എൽഡർ സിസ്റ്റേഴ്സ്. എൽഡർ സിസ്റ്ററിൻ്റെ കൂടെ ഒരു എസ്. അപ്പം എൽഡർ സിസ്റ്റേഴ്സ്. എനിക്ക് സുഹൃത്തുക്കളില്ല. സുഹൃത്തുക്കൾക്ക് ഫ്രണ്ട്സ്, FRIENDS, ഫ്രണ്ട്സ്. പിന്നെ എനിക്ക് പേടിയില്ല. അപ്പം നമ്മളെപ്പോഴും പറയുന്നത് എനിക്ക് പേടിയില്ല. ആ പേടി അല്ലെങ്കിൽ ഭയം എന്നുള്ളതിന് ഇംഗ്ലീഷ് വേർഡാണ് FEAR, ഫിയർ. എനിക്ക് ഭയമില്ല, അത് നമുക്കറിയാം. ഇനി ചോദ്യം ചോദിക്കുകയാണ്, നിനക്ക് കാറുണ്ടോ? കാരണം നിങ്ങൾക്കറിയാം CAR. അപ്പം നിനക്ക് കാറുണ്ടോ? നിനക്ക് ബൈക്കില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്, BIK, ബൈക്ക്. ഇനി നിനക്കൊരു കാമുകിയില്ലേ? നിനക്കൊരു കാമുകിയില്ലേ? അവിടെ കാമുകിക്ക് നിങ്ങൾക്ക് വേർഡ് അറിയാം, എ ഗേൾ ഫ്രണ്ട്, GIRL, ഗേൾ ഫ്രണ്ട്. ഇനി നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്, അല്ല നിനക്ക് അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലേ? നിനക്ക് അമ്മ പെങ്ങന്മാരില്ലേ? അതിനെന്താ ഇംഗ്ലീഷ് വേർഡ്? മദർ ആൻഡ് സിസ്റ്റേഴ്സ്. മദർ ആൻഡ് സിസ്റ്റേഴ്സ്. അപ്പോൾ ഇത്രയും വാക്യങ്ങൾ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത എപ്പിസോഡ് കൊടുത്തിട്ടുണ്ടാകും, അതുമായിട്ടൊന്ന് ഒത്തുനോക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഓരോ എപ്പിസോഡും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒക്കെ ഈ വിവരം എത്തിക്കുക, ഈ ചാനലിനെ പരിചയപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത് ഒന്ന് തൊട്ട് കണ്ട്, കാരണം ഒരു ക്രമത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ അവരോട് പറയാം, 1ാമത്തെ ലെസൺ തൊട്ട് കണ്ടുപോകാൻ പറയാം, കാരണം അതങ്ങനെ ക്രമത്തിലാണ് പോകുന്നത്. Okay friends, let's wind up here. Thank you very much for watching this video. Goodbye till we meet again.